പാറു, നീ ഓക്കെ അല്ലേ മോളെ? ദേവിനൊപ്പം വരുന്ന പാറുവിനെ നോക്കി വിനു തിരക്കി. അതിന് പാറു ചെറിയൊരു ചിരിയോടെ മൂളിയതേയുള്ളൂ. എടാ, നമുക്ക് ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ? രാവിലെ മുതൽ ആരും ഒന്നും കഴിച്ചില്ലല്ലോ. ആദി പറഞ്ഞതും ദേവ് അവനെ നോക്കി സമ്മതഭാവത്തിൽ തലയാട്ടിക്കൊണ്ട് അവർക്കെതിരെ കിടന്ന സോഫയിൽ പാറുവുമായി ഇരുന്നു. പാറു, തനിക്ക് വിരോധമില്ലെങ്കിൽ ഞങ്ങൾക്കൊരു കോഫി ഇട്ട് തരാമോ? അവളെ നോക്കി സൂര്യ പറഞ്ഞതും ദേവിൻ്റെ കണ്ണുകൾ കുറുകി. സൂര്യ ദേവിനോട് സംസാരിക്കുന്നതിനായി മനഃപൂർവ്വം അവളെ ഒഴിവാക്കാൻ നോക്കുകയാണെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലായിരുന്നു. ശരിയാ പാറൂസ്, നമ്മൾ ഒരു കോഫി കുടിക്കുന്ന സമയം കൊണ്ട് ഓർഡർ ചെയ്ത് ഫുഡിങ് എത്തും. അതുവരെ ഒരു ഉന്മേഷത്തിനൊരു കോഫിയാകാം. അല്ലെങ്കിലും ഇന്നു മുതൽ ഇവിടുത്തെ ഗൃഹനാഥ പാറു ആണല്ലോ. അപ്പോൾ ഐശ്വര്യമായി കിച്ചണിലേക്ക് കയറിയാലോ? വിനു നാടകീയമായി പറഞ്ഞു നിർത്തിയതും പാറു അറിയാതെ ചിരിച്ചുപോയി. അവളുടെ ചിരി കണ്ടതും സൂര്യയ്ക്കൊഴികെ ബാക്കിയുള്ളവരുടെ മുഖം വിടർന്നു. പാറു ദേവിനെ നോക്കിയതും അവൻ കണ്ണുകൾ ചിമ്മി. ഡാ, അതിൻ്റെ മേത്തൊന്ന് കൈയെടുക്കടാ, എങ്കിലേ അതിന് കിച്ചണിലേക്ക് പോകാൻ പറ്റൂ. പാറുവിൻ്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ദേവിനെ നോക്കി വിനു ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഇവൻ മിക്കവാറും അവൻ്റെ കയ്യിൽ നിന്നും കൊണ്ടേ പോകൂ. ക്രിസ്റ്റി വിനുവിനെ നോക്കി ആദിയോടായി പറഞ്ഞു. ദേവ്, വാട്ട്സ് ഗോയിങ് ഓൺ? പാർവതി കോഫി ഇടാനായി പോയതും സൂര്യ തൻ്റെ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് തിരക്കി. വാട്ട്? പാർവതി, അവളുടെ കാര്യത്തിൽ എന്താണ് നിന്റെ തീരുമാനം? മുന്നും പിന്നും നോക്കാതെയുള്ള നിന്റെ ഈ പ്രവൃത്തി ഒട്ടും ശരിയായില്ല ദേവ്. നമ്മുടെ ഫാമിലിയെപ്പറ്റി നിനക്കെല്ലാം അറിയാവുന്നതല്ലേ. സോ വാട്ട്? സീരിയസ്ലി, നീ ഇത് വെറും തമാശയായിട്ടാണോ കാണുന്നത്? ഇത് ശരിയാകില്ല ദേവ്. ഒരു കാര്യം ചെയ്യേ, പാർവതിയെ തിരികെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുചെന്നാക്കാം. അല്ലാതെ ഇവിടെ നിന്റെ ഒപ്പം അത് വേണ്ട ദേവ്. സൂര്യ പറയുമ്പോഴൊക്കെയും മറ്റുള്ളവരുടെ മുഖം ദേവിൽ തന്നെയായിരുന്നു. അവൻ്റെ പ്രതികരണം ഓർത്ത് അവരിൽ വെപ്രാളം നിറഞ്ഞു. പക്ഷേ ദേവ് എന്തോ പറയാൻ തുടങ്ങിയതും പാറു അവിടേക്ക് കോഫിയുമായി വന്നിരുന്നു. അതിനാൽ തന്നെ അവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. എല്ലാവർക്കും കൊടുത്ത് മാറി നിൽക്കുന്നവളെ ദേവ് തൻ്റെ അരികിലേക്ക് പിടിച്ചിരുത്തി. നല്ല കോഫി. അല്ല, പാറുവിനില്ലേ? കോഫി കുടിച്ചുകൊണ്ട് ആ മൂകമായ അന്തരീക്ഷത്തിന് അല്പം മയവ് വരുത്താൻ എന്ന പോലെ വിനു തിരക്കി. അപ്പോഴും ഒന്നും മിണ്ടാതെ സൂര്യയെ തന്നെ നോക്കിയിരിക്കുകയാണ് ദേവ്. ഇല്ല, എനിക്ക് വേണ്ട. അവളത് പറഞ്ഞതും ദേവിൻ്റെ മിഴികൾ അവളെ തേടി. പിന്നെ പതിയെ തൻ്റെ കയ്യിലെ കപ്പ് അവളുടെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചു. പാറു ഒരു പിടച്ചിലോടെ അവനെ നോക്കി. കുടുക്കി എന്ന പോലെ അവന് കണ്ണു ചിമ്മി കാണിച്ചതും അവളൊരു ചമ്മലോടെ മറ്റുള്ളവരെ നോക്കി. മറ്റുള്ളവർ മുഖം കുനിച്ച് ഒന്നും അറിയാത്തതുപോലെ കുടിക്കുകയാണ്. സൂര്യ മാത്രം അവളെ നോക്കുന്നുണ്ട്. ബേബി. അവൻ്റെ വിളിയിൽ പിന്നൊന്നും ആലോചിക്കാതെ അതിൽ നിന്നും കുറച്ചു കുടിച്ചു. മതി. അവൾ പറഞ്ഞതും ബാക്കി അവനും കുടിച്ചു. ക്രിസ്റ്റി, നീയും വിനിയും കൂടി പാറൂട്ടൻ്റെ ഹോസ്റ്റൽ വരെയൊന്ന് പോകണം. അവിടെയുള്ള ബുക്സും മറ്റ് സാധനങ്ങളും അമ്മ കൊണ്ടുവന്ന് തരും. ആൻഡ് വാർഡനെ കണ്ട് ഒന്ന് ഇൻഫോം കൂടി ചെയ്യണം. ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തോളാം. ദേവ് പറഞ്ഞു നിർത്തിയതും സൂര്യ അവനെ ദേഷ്യത്തോടെ. ദേവ്, റിലാക്സ് സൂര്യ, ലെറ്റ്സ് ടോക്ക്. ബട്ട് ഇപ്പോഴല്ല. നിന്റെ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ഞാൻ തന്നിരിക്കും. ഉറച്ച ശബ്ദത്തിലുള്ള അവൻ്റെ വാക്കുകളിൽ ഒരു താക്കീത് ഒളിഞ്ഞിരിക്കുന്നത് പോലെ തോന്നി സൂര്യയ്ക്ക്. പാറുവിൽ അവൻ്റെ ശബ്ദത്തിലെ വ്യത്യാസം മനസ്സിലായ പോലെ അവൻ്റെ മുഖത്തേക്ക് ഒരു വെപ്രാളത്തോടെ നോക്കി. കുറച്ച് നിമിഷങ്ങൾ മൗനമായി കടന്നുപോയി. ഫുഡ് വന്നതും എല്ലാവർക്കും നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ പിന്നെ മറ്റൊന്നിനെക്കുറിച്ചും പറയാതെ എല്ലാവരും കഴിച്ചെഴുന്നേറ്റു. പാറുവും എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി. എന്തോ വല്ലാത്ത ടെൻഷൻ തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക്. താൻ മൂലം കാശിയുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകരുതെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സൂര്യയ്ക്ക് താൻ ഇവിടേക്ക് വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നും മനസ്സിലായതാണ്. ഓരോന്നും ആലോചിച്ചു കൂട്ടി തലവേദനിക്കും പോലെ തോന്നി അവൾക്ക്. പാറു, മോള് കുറച്ചു നേരം ചെന്ന് കിടന്നു. ഇന്നലെ തീരെ ഉറങ്ങിക്കാണില്ലല്ലോ. നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുമ്പോഴേക്കും പകുതി ക്ഷീണം കുറയും. ക്രിസ്റ്റി ആകെ വല്ലാതിരിക്കുന്ന പാറുവിനെ നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ ആദ്യം തേടിയത് കാശിയാണ്. ഗോ ടേക്ക് സം റെസ്റ്റ്. അവൻ കൂടി പറഞ്ഞതും പാറു പതിയെ എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു. ദേവ്, എന്തൊക്കെ സംഭവിച്ചാലും പാർവതി ഇനി മുതൽ ഈ ദൈവിക് കാശിനാഥനൊപ്പമായിരിക്കും. എൻ്റെ ജീവിതം, അത് എൻ്റെ ഇഷ്ടമാണ്. എടാ, പക്ഷെ നമ്മുടെ ഫാമിലി ഒരിക്കലും അവർ പാർവതിയെ പോലെ ഒരു പെൺകുട്ടിയെ അംഗീകരിക്കില്ല. പിന്നെ നിന്റെ കണ്ടീഷൻ, ഏത് നിമിഷവും നീ മറവിക്ക് വിട്ട് നൽകിയ ഓർമ്മകൾ തിരിച്ചു വരാം. ആ നിമിഷം ഒരുപക്ഷെ നിനക്ക് പാർവതിയെ കൂടെ കൂട്ടിയതോർത്ത് റിഗ്രറ്റ് ചെയ്യേണ്ടി വരരുത്. സൂര്യ പറഞ്ഞു നിർത്തിയതും ബാക്കിയുള്ളവർ ഒരു ഞെട്ടലോടെ നോക്കി അവരെ. പക്ഷേ ദേവിന് മാത്രം ഒരു കുലുക്കവുമില്ല.
എന്നിലെ കുറച്ച് വർഷങ്ങൾ മാത്രമാണ് സൂര്യ മാഞ്ഞു പോയത്. ആ ഓർമ്മകൾ തിരിച്ചു വന്നാലും ഒരിക്കലും എൻ്റെ പാറൂട്ടൻ്റെ കാര്യത്തിൽ മറ്റൊരു ചിന്തയുണ്ടാകില്ല. അവൻ്റെ ഉറച്ച വാക്കുകളിൽ എല്ലാവരും ഒരു നിമിഷം നോക്കി നിന്നു. ഒരുപക്ഷെ നിന്റെ മാഞ്ഞുപോയ ഓർമ്മകളിൽ നിന്നെ മാത്രം സ്നേഹിച്ച, നീ ഒരുപാട് മോഹങ്ങൾ നൽകിയ ഒരു പെൺകുട്ടിയുണ്ടെങ്കിൽ. സൂര്യ! ആദിയും മറ്റും അവനെ ദേഷ്യത്തിൽ വിളിച്ചു. അപ്പോഴും ദേവ് അവനെ ഉറ്റുനോക്കി നിൽക്കുകയാണ്. റിലാക്സ് ഗൈസ്, ദേവ് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് സൂര്യയുടെ അരികിലേക്ക് നടന്നു. ഞാൻ മനസ്സുകൊണ്ട് ഒരാളെ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ നീ പറഞ്ഞ പോലെ ഒരുവൾ ഉണ്ടായിരുന്നുവെങ്കിൽ പാർവതി ഒരിക്കലും ഈ കാശിനാഥൻ്റെ ഹൃദയസഖിയായി മാറില്ലായിരുന്നു. ശരി, അങ്ങനെയൊരു മോഹം ഞാൻ നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഓർമ്മകൾ മാഞ്ഞത് എന്നിലാണ്, അല്ലാതെ അവളിലല്ലല്ലോ. ഈ വർഷങ്ങൾക്കിടയിൽ എന്നെ തേടി ആരും വന്നിട്ടില്ല. സൂര്യ, അങ്ങനെയൊരു പെൺകുട്ടിയുണ്ടോ? ആദ്യൊരു സംശയത്തിൽ ചോദിച്ചതും സൂര്യ എന്ത് പറയണമെന്നറിയാതെ നിന്നുപോയി. ഒരിക്കലുമില്ല ആദി. ദേവി കാശിനാഥ് അയ്യരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരുവളെയുള്ളൂ. അത് പാർവതിയാണ്, ഈ കാശിനാഥൻ്റെ ബെറ്റർ ഹാഫ്. ആൻഡ് യു സൂര്യ, കുറച്ചു മുന്നേ എൻ്റെ പെണ്ണിനെ നോക്കുമ്പോൾ നിന്റെ കണ്ണിൽ കണ്ട വെറുപ്പ്, ഇനിമേലിൽ അങ്ങനെയൊന്നും ഞാൻ കാണരുത്. ദേവ് പറഞ്ഞതും സൂര്യ ഒന്ന് പതറി. പിന്നെ ഫാമിലി, പാർവതി എന്നോടൊപ്പം ഉള്ളത് അവരെ ബാധിക്കുന്ന വിഷയമല്ല. എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു വരാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ആരെയും. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല, അറിയുകയും വേണ്ട. കുറച്ചു മുന്നേ നീ നടത്തിയ ബ്ലഡി ഉണ്ടല്ലോ, ഇനി അതുപോലെയൊന്നും ആവർത്തിക്കരുത്. എൻ്റെ പേരിനൊപ്പം ഒരു പേര് പറയുന്നുണ്ടെങ്കിൽ അത് പാർവതി എന്നായിരിക്കണം. അതിലെന്തെങ്കിലും മാറ്റം വന്നാൽ ഐ കുഡ് നെവർ ഫോർഗീവ്. അത്രയും പറഞ്ഞുകൊണ്ട് ദേവ് പാറുവിൻ്റെ അരികിലേക്ക് നടന്നു. സൂര്യ ആകെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. മറ്റുള്ളവരാണെങ്കിൽ ദേവ് എന്തുകൊണ്ടാണ് ഇത്ര കൂളായി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തതെന്ന സംശയത്തിലും. പാറു കണ്ണുകൾ പതിയെ ചിമ്മി തുറന്നതും കാണുന്നത് തന്നെ ഇറുകി പുണർന്നു കിടക്കുന്ന കാശിയാണ്. കുറച്ചു നേരം അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൻ്റെ നെറ്റിയെ മറച്ചുകൊണ്ട് കിടക്കുന്ന മുടിയിഴകളെ തൻ്റെ കൈകളാൽ പതിയെ വകഞ്ഞു മാറ്റി. ചുണ്ടുകൾ ചെറുതായി തുറന്നുകൊണ്ടുള്ള അവൻ്റെ കിടപ്പിനോട് പോലും അവൾക്ക് കൊതി തോന്നി. അല്പം ഉയർന്നുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ തൻ്റെ അധരങ്ങൾ പതിപ്പിക്കുമ്പോൾ എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പ്രണയം തോന്നാൻ വെറും നിമിഷങ്ങൾ മാത്രം മതി എന്ന് പറയുന്നത് എത്ര ശരിയാണ്. മുൻപ് യാതൊരുവിധ പരിചയവുമില്ലാത്ത ഒരുവൻ വെറും ദിവസങ്ങൾ കൊണ്ട് തൻ്റെ എല്ലാമായി മാറി. ഇപ്പോൾ തൻ്റെ കാശിനാഥനില്ലാതെ തനിക്കൊരു നിമിഷം പോലും ചിന്തിക്കാൻ സാധ്യമല്ല. പതിയെ അവളുടെ ചിന്തകൾ ഇന്നലെ മുതൽ സംഭവിച്ച കാര്യങ്ങളിലേക്ക് പോയി. അതിലെ ബലമെന്നോണം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. തൻ്റെ സ്വന്തമായി മാത്രമേ എല്ലാവരെയും കണ്ടിട്ടുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഞാൻ വെറുക്കപ്പെട്ടവളായത്? ആർ യു ക്രൈയിങ്? അവൻ്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. പാറൂട്ടാ. പാറു ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൻ അവളെ വിളിച്ചു. എന്തിനാ കാശിയേട്ടാ ചെറിയമ്മയും ചേച്ചിയുമൊക്കെ എന്നെ ഇത്ര വെറുക്കുന്നത്? അറിഞ്ഞുകൊണ്ട്. ഷ്. അവിടെ നിന്നിറങ്ങിയത് മുതൽ അവർ നിനക്ക് അന്യരാണ് പാറൂട്ടാ. അവർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ പോലും നീ കളയരുത്. അവരത് അർഹിക്കുന്നില്ല. ഇനി മുതൽ നിന്റെ ചിന്തകളിൽ അവരുണ്ടാകാൻ പാടില്ല. പാർവതി കാശിനാഥന് സ്വന്തമാണ്. ഈ നിമിഷം മുതൽ പാർവതിക്ക് ഈ ഭൂമിയിൽ കാശിനാഥൻ മാത്രമാണ് സ്വന്തം. അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ അവളുടെ കണ്ണുകളിൽ ചുംബിച്ചു. അവളും ഒന്നും മിണ്ടാതെ അവൻ്റെ ചൂടുപറ്റി കിടന്നു. ഉച്ചയ്ക്ക് ശേഷം പാറുവിനെയും കൊണ്ട് ജസ്റ്റ് ഒരു ഔട്ടിങ് പോകാൻ റെഡിയായി നിൽക്കുകയാണ് ദേവ്. ഇതിനിടയിൽ ക്രിസ്റ്റിയുടെ കോൾ വന്നതും അവൻ ഫോണുമായി കോമൺ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ക്രിസ്റ്റി പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കും തോറും അവൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു തുടങ്ങി. താങ്ക്സ് ഡ്യൂഡ്, അവനോട് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യുമ്പോൾ ഇനിയുള്ള ഓരോ നീക്കങ്ങളും മനസ്സിൽ കണക്ക് കൂട്ടി തുടങ്ങിയിരുന്നു. കാശിയേട്ടാ. പാറുവിൻ്റെ വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കിയതും കണ്ണുകൾ വിടർന്നു. ഒരു ബ്ലാക്ക് ഫുൾ സ്ലീവ് സൽവാർ ആയിരുന്നു അവളുടെ വേഷം. മുടി മുഴുവനും എടുത്ത് ക്രാബ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാതിൽ ചെറിയൊരു സ്റ്റഡ്, കയ്യിൽ വാച്ച് മാത്രമാണ് അവളുടെ ഒരുക്കം. ഒരു പൊട്ട് പോലും തൊട്ടിട്ടില്ല എങ്കിലും ആ വേഷം അവളെ അത്ര അധികം സുന്ദരിയാക്കിയിരുന്നു. ലിവിംഗ് റൂമിൽ കാശിയെ കാണാതെ അവളുടെ മിഴികൾ ചുറ്റും പരതിക്കൊണ്ട് അവനെ വിളിക്കുകയാണ്. വീണ്ടും അവളുടെ വിളി കേട്ടതും അവനൊന്ന് ചിരിച്ചു. ബേബി. ഏട്ടന്മാരൊക്കെ എവിടെ കാശിയേട്ടാ? കണ്ടില്ലല്ലോ. അവൻ്റെ അരികിലേക്ക് നടന്നുകൊണ്ട് അവൾ ചോദിച്ചു. അവരൊക്കെ ചില ആവശ്യങ്ങൾക്കായി പോയിരിക്കുകയാണ്. നൈറ്റ് ഇവിടെ ഉണ്ടാകും. അതിന് അവളൊന്ന് മൂളി.
പെട്ടെന്നാണ് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തത്. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. യു ലുക്ക് ഗോർജിയസ് ബേബി. അവളുടെ ചെവിത്തുമ്പിൽ രഹസ്യം പോലെ പറഞ്ഞതും അവളിൽ നാണത്താൽ ഒരു ചിരി വിരിഞ്ഞു. ബേബി, ഐ ഫീൽ ലൈക്ക് കിസ്സിങ് യു. തൻ്റെ ആദരങ്ങളിൽ നോട്ടമെയ്തുകൊണ്ട് പറയുന്നവനെ കാണുകെ അവളൊന്ന് വിറച്ചു. ക്യാൻ ഐ? തൻ്റെ സമ്മതത്തിനായി കാത്തു നിൽക്കുന്നവനെ കാണുകെ ഒരു ചിരിയോടെ കാൽപാദങ്ങൾ ഉയർത്തി തൻ്റെ കൈകളാൽ അവൻ്റെ കഴുത്തിൽ വലയം ചെയ്തുകൊണ്ട് അതരങ്ങൾ അവൻ്റെ അതരങ്ങളിലേക്ക് ചേർത്ത് വെച്ചു. ആ ഒരു നിമിഷം മതിയായിരുന്നു അവനും. അവളുടെ അരക്കെട്ടിനെ വലയം ചെയ്തുകൊണ്ട് ആവേശത്തോടെ അവളുടെ അതരങ്ങളെ അവൻ നുണയുമ്പോൾ എത്ര തടഞ്ഞു വെച്ചിട്ടും അവളിൽ നിന്നും ഒരു മൂളൽ ഉയർന്നു. തൻ്റെ ഹൃദയത്തിലേക്ക് ശക്തമായി എന്തോ വന്ന് അടിക്കും പോലെ അവളിൽ ഒരു തരിപ്പുണർത്തി. നിമിഷങ്ങൾ കഴിയും തോറും അവനിലെ ആവേശം കൂടിക്കൊണ്ടിരുന്നു. ചുംബിച്ചുകൊണ്ട് തന്നെ അവൻ അവളെ തൻ്റെ അരയിലേക്കെടുത്ത് ഉയർത്തിക്കൊണ്ട് സോഫയ്ക്കരികിലേക്ക് ചുവട് വെച്ചു. ചുംബിക്കും തോറും അവളുടെ അതരങ്ങളോട് വല്ലാത്ത കൊതി തോന്നുകയായിരുന്നു അവന്. പതിയെ അവളെ സോഫയിലേക്ക് ചായച്ചുകൊണ്ട് അവളിലേക്ക് അമരുമ്പോൾ ഇരുവരുടെയും ശരീരം പലതും ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു. നിമിഷങ്ങൾക്കകം സൽവാറിൻ്റെ ദുപ്പട്ട അവളിൽ നിന്ന് അകന്നു മാറുന്നതറിഞ്ഞെങ്കിലും അവനെ തടയാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ നിമിഷം അവളും അവനെ അത്രയേറെ ആഗ്രഹിച്ചു. തന്നിൽ അലയുന്ന അവൻ്റെ കൈകൾക്കൊപ്പം തൻ്റെ അടിവയറ്റിൽ അമരുന്ന അവൻ്റെ കരുത്തിൽ അവളൊന്ന് വിറച്ചു. ബേബി. അവളുടെ ചുണ്ടിൽ നിന്നും അകന്നു മാറി അവളുടെ കഴുത്തിലേക്ക് മുഖം പുഴുത്തി വിളിക്കുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ ആദ്യമായി വിറയൽ കടന്നു വന്നു. ബേബി. അവൻ എന്തോ പറയാൻ തുടങ്ങിയ സമയം കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങി. ഇതേ സമയം നാട്ടിലേക്കുള്ള യാത്രയുടെ തയ്യാറെടുപ്പിലായിരുന്നു സൂര്യ. അവൻ്റെ യാത്രയുടെ ഉദ്ദേശം ഒന്നു മാത്രമായിരുന്നു, നീരജ. എന്ത് വന്നാലും തിരികെ താൻ ഇവിടെ വരുമ്പോൾ തന്നോടൊപ്പം നീരജയും ഉണ്ടാകണമെന്ന് മാത്രമായിരുന്നു സൂര്യയുടെ മനസ്സിൽ.